ദ ജേർണലിസ്റ്റിലേക്ക് വലിയ ആക്രമണമാണ് ഗസയ്ക്ക് നേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ സാധാരണ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നതിനുമപ്പുറത്തേക്ക് ഈ പുണ്യമാസത്തിൽ ഗസയെ വെണ്ണീറാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ സൈന്യത്തിൻ്റെ സംഹാരതാണ്ഡവമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതനായതിനു ശേഷം ആദ്യം പറഞ്ഞ വാക്കുകളിലൊന്ന് ഗസയെ നരകമാക്കുമെന്നായിരുന്നു. അന്ന് കാര്യമായ നടപടികളൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. പക്ഷേ വെടിനിർത്തൽ കരാർ അവസാനിച്ച ഘട്ടത്തിൽ, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയാണ് എന്നവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഗസയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യമാസത്തിൽ ഗസയിലെ ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കണമെന്നും ഗസയിലെ ഒരാൾ പോലും, ഒരു മനുഷ്യ കുഞ്ഞു പോലും സമാധാനമായി ഉറങ്ങരുത് എന്നും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ 16 മാസത്തിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെക്കാൾ കൂടുതൽ വലിയ തീവ്രതയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം. നിരന്തരമായ ബോംബുകളുടെ വർഷം, ഖാൻ യൂനിസും മധ്യ ഗസയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, ഗസ സിറ്റി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റഫയിലേക്ക് കൂടി നീളുന്ന വിധത്തിലുള്ള ആക്രമണ പരമ്പരകൾ. ഈ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് 100-ലധികം ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗസയെ നരകമാക്കുക, ഗസയിൽ ഈ പുണ്യമാസത്തിൽ നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നശിപ്പിക്കുക, ഗസയിലെ ഒരു മനുഷ്യനും ഇനി ജീവനോടുകൂടി ബാക്കി ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന മട്ടിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇസ്രായേലിൻ്റേതും അമേരിക്കയുടേതുമായി പൗരന്മാരുടെ കണക്കെടുത്താൽ ഏതാണ്ട് 56 പേർ ഹമാസിൻ്റെ പക്കൽ വേണമെന്നാണ്, അല്ലെങ്കിൽ ഉണ്ടാകും എന്നാണ് മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായത്. അതായത് ഒക്ടോബർ 7-ന് ഹമാസ് പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളിൽ ഇനി 56 പേരാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതിൻ്റെ എണ്ണം പരമാവധി ഒരു 15 മാത്രമായിരിക്കും. അതായത് ബാക്കിയുള്ള ബന്ദികൾ മുഴുവൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് ഇസ്രായേൽ ഒരു കണക്കിൽ കണ്ടെത്തി, അല്ലെങ്കിൽ അവരുടെ ഒരു അന്വേഷണത്തിൽ അവർ കണ്ടെത്തി. ഇതോടുകൂടി ഇനി ബന്ദികളുടെ പേര് പറഞ്ഞുള്ള ഭയം, അല്ലെങ്കിൽ ബന്ദികളുടെ പേരിൽ സമ്മർദ്ദം, അതൊന്നും ഇനി താങ്ങേണ്ടതില്ല എന്നും പരമാവധി വേഗത്തിൽ തന്നെ ഗസയെ പരിപൂർണമായി തകർക്കുന്ന വിധത്തിൽ, ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കളെ കൂടി ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുകയായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്യൺ കണക്കിന് കോടി ഡോളർ കൊടുത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു സഹായം, അതായത് ജോ ബൈഡൻ ചെയ്തതിനേക്കാൾ വലിയ സഹായമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് ഇസ്രായേലിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആയുധപ്പുരകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് ഇസ്രായേലിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര തീവ്രമായി അവർക്ക് ആക്രമിക്കണമെന്ന് വിചാരിച്ചാലും അത് നടപ്പാകുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നും മാരകമായ അതിതീവ്രമായ ആയുധങ്ങൾ, ബോംബുകൾ ഉപയോഗിച്ച് തുടങ്ങി എന്നുമുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പീരങ്കികൾ ഗസയിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നൊരു സാഹചര്യം. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് മുമ്പുണ്ടായിരുന്ന അത്രയും തീവ്രമായ ചെറുത്തുനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഗസയിലെ ജനങ്ങൾ തളർന്നു തുടങ്ങിയിരിക്കുകയല്ല, മറിച്ച് അവരെ ഒരു വലിയൊരു കൂട്ടത്തെ ഒന്നിച്ചില്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ വരുമ്പോൾ, അവരുടെ വലിയ സന്നാഹങ്ങൾ വരുമ്പോൾ, ഗസയിലെ ജനങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ മരണത്തെ ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുക എന്നതിനപ്പുറം ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നോക്കുക, വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഒരു സമാധാന അന്തരീക്ഷം ഗസയിലുണ്ടായിരുന്നു. പക്ഷേ ആ സമാധാന അന്തരീക്ഷം തുടരുന്നതിനിടയിൽ ഇസ്രായേലാണ് ഏകപക്ഷീയമായി എന്ന് പറയാവുന്ന രീതിയിൽ രംഗത്ത് വന്നത്. അതായത് ഹമാസ് റീയുണൈറ്റ് ചെയ്യുകയാണ്, ഹമാസ് റീബിൽഡ് ചെയ്യപ്പെടുകയാണ്. ഈ വെടിനിർത്തൽ കാലയളവിൽ ഹമാസിൻ്റെ ഗറില്ല വാർ ഫ്രണ്ട് പരിശീലനം അവർ നടത്തുകയാണ്. അവരുടെ ചിതറിപ്പോയ നേതാക്കളെല്ലാം ഈ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടുതലായി ഒന്നിച്ചു വരികയാണ്. തുരങ്കങ്ങൾ അവർ കൂടുതലായി ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസ് ഈ വെടിനിർത്തൽ കാലയളവിനെ അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുകയാണ് എന്ന് ഇസ്രായേലിന് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തലിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്, മുഴുവൻ ബന്ദികളെയും ഒന്നിച്ചു തന്നാൽ വേണമെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ച് വീണ്ടും ആലോചിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റോ ഖത്തറോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ അതിശക്തമായ നിലപാട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഒറ്റയടിക്ക് ഇതങ്ങ് തീർത്ത് കളയാം, ഗസയെ അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അതിന് മുന്നിൽ പകച്ചു പോകുന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അറബ് രാജ്യങ്ങൾ അറബ് ലീഗ് യോഗം വിളിക്കുന്നു. ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗസയെ പുനരുദ്ധരിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങളുടെ പക്കലുണ്ട്. 1500 കോടി ഡോളർ ചെലവ് വരുന്നൊരു വലിയ പദ്ധതിയാണ്. അത് അറബ് രാജ്യങ്ങൾ എടുത്തുകൊള്ളാം. ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഗസയെ ഞങ്ങൾ പുനരുദ്ധരിച്ചോളാം, അതിന് അമേരിക്കയുടെ സഹായം വേണ്ട എന്നൊക്കെ പ്രസ്താവന ഇറക്കിയെങ്കിലും അമേരിക്ക അതൊന്നും കണ്ടമട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ നടന്നൊരു ആക്രമണത്തിൽ 61 പേരാണ് കൊല്ലപ്പെട്ടത്, ഒറ്റയൊരു ആക്രമണത്തിൽ. അതിന് മുമ്പ് ഗസയിൽ ഒരു 24 മണിക്കൂർ കണക്കിനുള്ളിൽ കൊല്ലപ്പെട്ടത് 1000-ലധികം പേരാണ്. അവിടെ അവശേഷിക്കുന്ന ആശുപത്രികൾ മുഴുവൻ ആക്രമിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഓഫീസിന് നേരെ ആക്രമണം നടക്കുകയാണ്. യുണൈറ്റഡ് നാഷൻസ് എന്ന ഐക്യരാഷ്ട്ര സംഘടന ഭയന്ന് വിറച്ച് ഗസയിൽ നിന്ന് ഉള്ള ജീവനക്കാരെ മുഴുവൻ തിരിച്ചു വിളിക്കുകയാണ്. 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഭൂരിഭാഗവും കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. 100-ലധികം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അൽ ജസീറ അറബിക് ചാനലിലെ മാധ്യമപ്രവർത്തകൻ ഹുസാം ഷബാത്ത്, പലസ്തീൻ ടുഡേ ജേർണലിസ്റ്റ് മുഹമ്മദ് മൻസൂർ എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ പട്ടാളം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന സാഹചര്യം, ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ ഗസയിൽ വീണ്ടും ഉണ്ടാവുകയാണ്. എന്തായാലും ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ബർഹൂം ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത് എന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ തലവന്മാരെയും അവശേഷിക്കുന്ന നേതാക്കളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഒരു വശത്ത് ശക്തമാകുന്നു. ഇസ്രായേലിന് ഭയക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അതേസമയം ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹമാസിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിൽ നിരന്തരമായി സൈറനുകൾ മുഴങ്ങുന്നു, ആളുകൾ പരക്കം പായുന്നു, അവർ ഷെൽട്ടറുകളിലേക്ക് ഓടുന്നു, ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും പുറത്തുവിടുന്നുണ്ട്. എങ്കിലും നെതന്യാഹുവിനെ സംബന്ധിച്ച് നെതന്യാഹു ഈ യുദ്ധം കടുപ്പിക്കുന്നത് തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്ന അന്നാണ്. അതായത് നെതന്യാഹു കോടതിയിൽ ഹാജരാകേണ്ട അന്നേ ദിവസമാണ് ഈ യുദ്ധം പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കോടതി നടപടികളിൽ നിന്ന് നെതന്യാഹുവിനെ ഒഴിവാക്കി. കാരണം രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി കോടതി വരാന്തയിൽ ഇരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹു തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ മുറുകാതിരിക്കാൻ വേണ്ടി അതിവേഗത്തിൽ യുദ്ധത്തിലേക്ക് പോയതാണ് എന്നൊരു ആക്ഷേപം ഒരു വശത്തുണ്ട്. പക്ഷേ എന്നിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അഭൂതപൂർവമായ പിന്തുണ, കയ്യയച്ചുള്ള സാമ്പത്തിക ആയുധ സഹായങ്ങൾ, ധാർമ്മികമായി ഇസ്രായേലിന് നൽകുന്ന പിന്തുണ, ഇതൊക്കെ ഈ യുദ്ധത്തെ അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് പ്രേരണയായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 4 പാടും വളഞ്ഞുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയുദ്ധം ശക്തമാക്കുന്നതിനൊപ്പം വ്യോമാക്രമണത്തിന് 100-ലധികം ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായി നിൽക്കുന്നു. അതുപോലെ തന്നെ കടൽ ഭാഗത്ത് പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നു. അങ്ങനെ ഏതു തരത്തിലൊക്കെ ഗസയെ ഇല്ലാതാക്കാൻ കഴിയുമോ, ഗസയെ നരകമാക്കാൻ കഴിയുമോ, ഗസയിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ, അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് അതിവേഗത്തിൽ ഈ യുദ്ധ സാഹചര്യത്തെ കൊണ്ടുപോകാൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ഏർപ്പെട്ട സമയത്ത് ഹമാസ് റീയുണൈറ്റ് ചെയ്യുകയായിരുന്നു, അവർ റീബിൽഡ് ചെയ്യപ്പെടുകയായിരുന്നു, അവർ കൂടുതൽ ആളുകളെ വിന്യസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്കുള്ള സുരക്ഷാ ഭീഷണിയാണ്, അതുകൊണ്ട് ഈ വെടിനിർത്തൽ ഞങ്ങൾ നിർത്തുകയാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. എന്തായാലും ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ വീണ്ടും കൊണ്ടുവരാനുള്ള, വെടിനിർത്തൽ കരാറൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും എങ്ങുമെത്താൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യത
സാധ്യതകളുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ യുദ്ധം ചെയ്ത അല്ലെങ്കിൽ കടന്നാക്രമണം നടത്തി ഗസയെ തകർത്തു തരിപ്പണമാക്കി ചാരമാക്കുക എന്ന നിലപാടിലേക്ക് അമേരിക്കയും ഇസ്രായേലും യോജിച്ചതോടുകൂടിയാണ് ഇത്രമേൽ വലിയ യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെടൽ നടത്തി പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിവാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പോലും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ്.